ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം യോന 2:2. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിനവയിലേക്ക് തൻ്റെ ദൗത്യവുമായി പോകുവാൻ ദൈവം യോനയോട് ആവശ്യപ്പെട്ടപ്പോൾ അവൻ തർശീസിലേക്ക് യാത്രയായി. ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയത് മുഖാന്തരം താൻ യാത്ര ചെയ്തിരുന്ന കപ്പലിന് കൊടുങ്കാറ്റിനെ അഭിമുഖീകരിക്കേണ്ടതായും കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയ കോളുണ്ടായതായും നാം വായിക്കുന്നു. കപ്പലിലെ ആളുകൾ യോനയെ തള്ളിയിടുകയും യോനയെ വിഴുങ്ങുവാൻ ദൈവം കൽപ്പിച്ചാക്കിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും കിടക്കുവാൻ ഇടയാവുകയും ചെയ്തു. മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കുന്ന വേദഭാഗമാണിത്. കൊടുങ്കാറ്റടിച്ച് അതിൻ്റെ മൂർധന്യാവസ്ഥയിലായിരിക്കുമ്പോൾ കപ്പൽ പ്രമാണി ആവശ്യപ്പെട്ടിട്ടും യോന പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നില്ല. എന്നാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ ഇത്ര നേരം യോന കാത്തിരുന്നത് എന്തുകൊണ്ട്? പ്രിയ ദൈവവേദിലെ സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള പല അവസരങ്ങളും നാം നഷ്ടപ്പെടുത്താറില്ലേ? പിന്നീട് വലിയ വിഷമാവസ്ഥയിൽ നാം പ്രാർത്ഥിക്കേണ്ടതായി വരുന്നു. വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം തരുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനിക്യ ലേഖനത്തിൽ പ്രബോധിപ്പിക്കുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുവാനാണ്. ഏതൊരവസ്ഥയിലും, സന്തോഷത്തിലും സന്താപത്തിലും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. യോനയെ ശ്രദ്ധിക്കൂ. കൊടുങ്കാറ്റിൽ പ്രാർത്ഥിച്ചില്ല, സമുദ്രത്തിലേക്ക് താൻ എറിയപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ചില്ല, മത്സ്യം വിഴുങ്ങുമ്പോഴും താൻ പ്രാർത്ഥിച്ചതായി നാം കാണുന്നില്ല. മത്സ്യത്തിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ വളരെ മോശമായ സ്ഥിതിയിലായപ്പോഴാണ് പ്രാർത്ഥിക്കുവാൻ തയ്യാറായത്. ഓർക്കുക, പ്രാർത്ഥിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരവും വിലപ്പെട്ടതാണ്. പ്രാർത്ഥിക്കുവാൻ താമസിക്കും തോറും വിപത്തും ദുഃഖവും നീണ്ടു നിൽക്കുന്ന കഷ്ടപ്പാടുകളും വരുവാനിടയായിത്തീരുന്നു. കർത്താവ് ദീർഘക്ഷമയും മഹാദയുള്ളവൻ ആണ്. അവൻ ഏറെ വൈകി പ്രാർത്ഥിച്ചുവെങ്കിലും ദൈവം യോനെ വിടുവിച്ചതായി നാം കാണുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.